5 വർഷം പാർട്ടി സെക്രട്ടറി, 2 തവണ ചരിത്രം കണ്ടിട്ടില്ലാത്ത വിധം തുടർച്ചയായ ഭരണം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നേടിയ റെക്കോർഡുകൾ ചെറുതൊന്നുമല്ല. പക്ഷേ കപ്പിത്താനായ ഇരട്ടച്ചങ്കനായ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ പാർട്ടിയിലെ അവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ. എത്രയോ ആവർത്തി നമ്മൾ അത് പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു എന്ന് കരുതുമ്പോഴും അടുത്ത അടി പിണറായിയെ തേടി എത്തുകയാണ്. അതും പിണറായി വിശ്വസ്തരായി കരുതി കൂടെ കൂട്ടിയവരാണ് ഇന്ന് അതേ പിണറായിക്കെതിരെ വാളെടുക്കുന്നതും. ഇന്നിപ്പോൾ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയായ അദ്ദേഹമാണ് പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായുള്ള പുതിയ ഭരണത്തിലേക്ക് കേരളം മാറിയെങ്കിലും പഴയ LDF ഭരണകാലത്ത് നടന്ന ഒത്തുതീർപ്പുകളുടെയും വീഴ്ചകളുടെയും വലിയൊരു ബോംബാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരനും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ രതീഷ് കാളിയാടൻ ഒടുവിൽ എഴുതിയ ലേഖനമാണിപ്പോൾ CPM-നെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. മുമ്പ് LDF ഭരണത്തിലിരുന്നപ്പോൾ പാർട്ടി അണികളും പോഷക സംഘടനകളും തെരുവിൽ കേന്ദ്ര വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ആ PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ ഉള്ളറകളിലെ വീഴ്ചകളാണ് മുൻ വിശ്വസ്തനായ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തിടുന്നത്. തീർത്തും അത് പിണറായിക്കെതിരെയാണ്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ ഒപ്പുവെച്ച കരാറിനെ കുറിച്ചുള്ള രതീഷ് കളിയാടന്റെ വെളിപ്പെടുത്തലുകൾ സമാനതകളില്ലാത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് CPM-ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന് LDF മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ യാതൊരുവിധ സുതാര്യതയും ഇല്ലാതെയാണ് പിണറായി വിജയൻ ഭരണകൂടം ഈ നിർണായക കരാറിൽ ഒപ്പുവെച്ചതാണ് എന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. അത്രമാത്രം ഏകപക്ഷീയമാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ കീഴിൽ കാര്യങ്ങൾ നടന്നത് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ പുറത്തുവരികയാണ്. പദ്ധതിയുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പിണറായി വിജയന് നിരവധി തവണ നേരിട്ട് കത്തയച്ചിരുന്നു എന്നും ആ കത്തുകളുടെയും സമ്മർദ്ദങ്ങളുടെയും ഒടുവിലാണ് ഈ നീക്കമെന്നും വരുമ്പോൾ അന്ന് CPM പടുത്തുയർത്തിയ കേന്ദ്ര വിരുദ്ധ രാഷ്ട്രീയ പ്രതിരോധങ്ങളെല്ലാം പൂർണ്ണമായും തകർന്നടിയുകയാണ്. ഏതോ സ്ക്രിപ്റ്റിന്റെ മേലെ നടത്തിയ നാടകമായിട്ട് മാത്രമേ ഇന്ന് അതിനെ കാണാൻ പറ്റൂ. അതിലും വലിയ തിരിച്ചടി ഈ കരാറിൽ നിന്ന് ഇനി ഈ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയില്ല എന്ന നിയമപരമായ യാഥാർത്ഥ്യം മുൻ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ അക്കമിട്ട് നിരത്തുമ്പോഴാണ് SFIയും DYFIയും ഈ പദ്ധതിക്കെതിരെ അന്ന് എത്ര സമരം ചെയ്തിട്ടും കാര്യമില്ലായിരുന്നു എന്നും കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ യോജിപ്പിലെത്തിയാൽ മാത്രമേ ഇനി ഈ പദ്ധതി ഒന്നും മരവിപ്പിക്കാൻ സാധിക്കൂ എന്നൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു പിന്നീട് ഇവർ സമരം നടത്തിയത് എന്ന ചോദ്യം അത് തന്നെയാണ് നാടകം എന്നതിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കൽ ഒപ്പിട്ടാൽ ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്ന കെണിയിലാണ് അന്ന് പിണറായി ഭരണകൂടം സംസ്ഥാനത്തെ ചെന്നുപെടുത്തിയത്. ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് സർക്കാരിനെതിരെ പോരാടാൻ ഒരുങ്ങുന്ന CPM-ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാത്ത വിധം വലിയൊരു രാഷ്ട്രീയ അടിയാണ് സ്വന്തം വിശ്വസ്തന്റെ പേനയിൽ നിന്ന് ഇപ്പോൾ പിണറായിക്ക് നേരെ പിറന്നു വീണിരിക്കുന്നത്. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ അന്ന് മുന്നോട്ട് പോയ ക്യാപ്റ്റനെ സ്വന്തം പാളയത്തിലുള്ളവർ തന്നെ ഇന്നത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലും ഒന്നൊന്നായി തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചകളാണ് കേരളം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സ്വന്തം വിശ്വസ്തൻ വരുത്തിവെച്ച ഈ വൻ ആഘാതം തടയാൻ ഒടുവിൽ CPM-ന് തങ്ങളുടെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ KK ശൈലജ ടീച്ചർ തന്നെ വീണ്ടും രംഗത്തിറക്കേണ്ടി വന്നിരിക്കുന്നു. രതീഷ് കാളിയാടന്റെ വെളിപ്പെടുത്തലുകളെ പ്രതിരോധിക്കാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനും KK ശൈലജയെ CPM ചുമതലപ്പെടുത്തുമ്പോൾ അത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി വിജയന്റെ ആഭ്യന്തരമായ തകർച്ചയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഒരു കാലത്ത് പാർട്ടിയിലും ഭരണത്തിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായിരുന്ന ഇരട്ടച്ചങ്കന് ഇന്ന് സ്വന്തം ഉദ്യോഗസ്ഥർ അന്ന് വരുത്തിവെച്ച വീഴ്ചകൾക്ക് പാർട്ടിയിലെ മറ്റുള്ളവരുടെ സംരക്ഷണം തേടേണ്ടി വരുന്നു എന്നത് എത്ര ഗതികേടാണ്. ഭരണമില്ലാതെ പ്രതിപക്ഷ നിരയിലേക്ക് മാറിയതിന് തൊട്ടു പിന്നാലെ വിശ്വസ്തർ നടത്തിയ ഈ കൂറുമാറ്റവും പരസ്യമായ തിരിഞ്ഞുകൊത്തലുകളും പിണറായി വിജയൻ എന്ന കപ്പിത്താന്റെ രാഷ്ട്രീയ അസ്തമയത്തിന്റെ വേഗത കൂട്ടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പുതിയ UDF സർക്കാരിന് കൈവന്ന ഈ വലിയ രാഷ്ട്രീയ ആയുധത്തെ പിണറായി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എങ്ങനെ നേരിടുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.